ഹമാസിനെ പപ്പടമാക്കാൻ അമേരിക്കയുടെ ആയുധമാണ് പ്രധാനമായും ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. വെടിയുണ്ടകളും മറ്റും ഇന്ത്യയുടെയാണ് കൂടുതൽ. ഇപ്പോൾ അതാ കാനഡയും ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു. വല്ല കാര്യമുണ്ടോ? ശരിയാണോ? അതെ, അത് ശരിയാണ്. കഴിഞ്ഞ ആഴ്ച അമേരിക്ക $20 ബില്യൺ നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്ത 1,67,732 കോടി രൂപ വരും. $20 ബില്യൺ ആയുധം ഇസ്രയേലിന് കൊടുക്കാനുള്ള ഒരു സഹായങ്ങളൊക്കെ അല്ലാതെയൊക്കെ ഉണ്ട് കേട്ടോ. $20 ബില്യൺ ആയുധങ്ങൾ കൊടുക്കാൻ അമേരിക്ക അനുമതിയായി, കരാറൊക്കെ ആയി. അതിൽ $61 മില്യൺ ആയുധങ്ങൾ കാനഡയുടെ വകയാണ്. പക്ഷെ കാനഡ നേരിട്ട് ഇസ്രയേലിന് കൊടുക്കാൻ പാടില്ല എന്ന് കാനഡയിൽ പാർലമെൻറ്റിൽ പ്രമേയം പാസ്സാക്കിച്ചിട്ടുണ്ട്. ഈ ഹമാസ് അനുകൂല ഗ്രൂപ്പുകൾ, പലസ്തീനികളെല്ലാം കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയുടെ കരാറുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് കൊടുക്കും. അതാണ് കാനഡയുടെ പരിപാടി. കാനഡയുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന വലിയ ആയുധമൊന്നും ഇല്ലല്ലോ. അല്ല, ഇതിൻ്റെ അകത്ത് ജനറൽ ഡൈനാമിക്സ് ഓർഡിനൻസ് ആൻഡ് ടാക്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞ കനേഡിയൻ കമ്പനി, അത് ക്യൂബക്കിലാണ്. ആ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ M993A1 120 mm ഈ മോർട്ടാർ ഷെല്ലുകളാണ്. മോർട്ടാർ കാർട്രിഡ്ജസ്, ഉണ്ടകൾ ഈ പറയുന്ന പോലെ. അതാണ് സപ്ലൈ. പീരങ്കി ഉണ്ടകൾ. അതെ, പീരങ്കി ഉണ്ടകൾ. ഇതാണ് സപ്ലൈ ചെയ്യുന്നത്. ലളിതമായ മലയാളം അങ്ങനെയാണ്. ടെക്നിക്കലി 100% ശരിയല്ല. അതിൽ ആൾക്ക് മനസ്സിലാകാൻ വേണ്ടി പീരങ്കി ഉണ്ടാന്ന് പറയാം. അതെ, ഉണ്ടാന്ന് പറയാം. അതാണ് അവർ കൊടുക്കുന്നത്. 2026 ഇത് കാനഡ ഇനി കാനഡയുടെ ഉണ്ട ഹമാസിന്റെ മണ്ടയ്ക്ക് വീഴും. അതാണ് എൻ്റെ സംഭവം. ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളത് ഈ ഹമാസിൻ്റെ തലയ്ക്ക് വീഴുന്ന മട്ടാണ് ഇപ്പോൾ കാണുന്നത്. 2026 ഇത് നൽകി തുടങ്ങും. ഇത് അപ്പോൾ ഇതിനെതിരെ അവിടെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നതാണ് ഇടതുപക്ഷ പാർട്ടി. അവരും ഈ അഡ്വക്കസി ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഹമാസ് അനുകൂല, ഈ ജനോസൈഡ് പാടില്ല, വംശഹത്യ പാടില്ല എന്നൊക്കെ പറയുന്ന കമ്പനികളെല്ലാം കൂടി ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ. നമ്മുടെ ഇവിടെ ഡൽഹി പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സാധനം ഡൽഹിയിൽ, അവിടെ ചില ആളുകൾ ചേർന്നിട്ട് ഇന്ത്യ ആയുധം കൊടുക്കരുത് ഇസ്രായേലിന് കഴിഞ്ഞ ആഴ്ച പ്രമേയം പാസ്സാക്കി. പ്രമേയമല്ല, പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു. അത് കിട്ടും. മോദി പേടിച്ച് പറച്ചുപോയി. ഓഹോ, അത് അങ്ങനെ പേടി നാട് വിടാൻ തീരുമാനിച്ചു. പോളണ്ടിൽ പോയിരിക്കുക. അതാണ് പുള്ളി ഉക്രൈനിലും പോയിരിക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഇവർ കൊടുക്കുന്നതിന് ഒരു തരത്തിലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല കാനഡ കൊടുക്കുന്നതിന്. കാരണം അവർ തമ്മിലൊരു കരാറുണ്ട്, ഉഭയകക്ഷി കരാർ. ഈ അമേരിക്കയും കാനഡയും തമ്മിൽ 1950 മുതൽ തന്നെ അവർ തമ്മിലൊരു കരാറുണ്ട്, ഡിഫൻസ് പ്രൊഡക്ഷൻ ഷെയറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവർ തമ്മിൽ ചെയ്യുന്നതെല്ലാം രഹസ്യമായിരിക്കണം എന്നത് ആ കരാറിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാനഡയുടെ ഡിഫൻസ് എക്സ്പോർട്സിൽ 49.1% അമേരിക്കയുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കാനഡ അമേരിക്കയുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് വെക്കുന്ന പ്രശ്നവും സംഗതി സിമ്പിളാണ്. ഇപ്പം നമ്മൾ ഈ ഡൽഹിയിലെ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള UP ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികൾ, ഇപ്പോൾ ഫാൻ ഉണ്ടാക്കുന്ന കമ്പനി, അതെല്ലാം വീടുകളിൽ കൊടുക്കുകയാണ്. പാർട്സ് കൊടുത്ത് അസംബിൾ ചെയ്ത് വരുന്നു. കമ്പനി വന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കവറിലാക്കി വിടും. എന്ന് പറയുന്നതിൽ അമേരിക്കയുടെ ആയുധ നിർമ്മാണ ഓർഡിനൻസ് ഫാക്ടറികൾ അതൊക്കെ കാനഡ പ്രവർത്തിക്കുന്നുണ്ടാവും. അതെല്ലാം കൂടെ വാരിപ്പ് ഉണ്ടാക്കിയിട്ട് നേരെ അമേരിക്കയ്ക്ക് കൊടുക്കും. അങ്ങനെ വരാം. അതെ, ക്യൂബക്ക് ഒരു പ്രത്യേക, ക്യൂബക്ക് ഫ്രഞ്ചുകാരൊക്കെ ധാരാളം ഉള്ളൊരു അതാണ് നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറയുന്ന ഒരു പ്രവിശ്യയാണത്. അപ്പോൾ ഈ പട്ടാള സഹായം ഇസ്രയേലിന് അമേരിക്കയുടെ ഉണ്ട്. അത് വാർഷികമായിട്ടും 3.8 ബില്യൺ വരും. ഈ നേരത്തെ പറഞ്ഞില്ലേ സഹായമായിട്ടായിരിക്കും ചെയ്യുന്നതെന്ന്. ഇത് സഹായത്തിന് പുറമേ സഹായം 3.8 ബില്യൺ എല്ലാ കൊല്ലവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2019 ആംസ് ട്രേഡ് ട്രീറ്റി ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒപ്പുവെച്ചിട്ടുണ്ട് കാനഡ. അപ്പോൾ ആ ട്രീറ്റി അനുസരിച്ചിട്ട് കാനഡ ഒപ്പിട്ട ഈ ഉടമ്പടി അനുസരിച്ചിട്ട് ജനസൈഡ്, പിന്നെ മാനവരാശിക്കെതിരായ അക്രമങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കൊന്നും ആയുധം കൊടുക്കരുത് ആ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. ആ കരാറിൽ കാനഡ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് അമേരിക്കയ്ക്കാണ് കൊടുക്കുന്നത്. അമേരിക്കയിൽ നിന്നാണല്ലോ ഇസ്രയേലിലേക്ക് പോകുന്നത്, നേരിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അല്ല, അമേരിക്കക്ക് കൊടുക്കണമെന്ന് കരാറുമുണ്ട്. കരാറുണ്ട് അവർ തമ്മിൽ 1950 ഒന്നും പറയാൻ പറ്റില്ല. അത് വലിയ കരാറുമാണ് അവർ തമ്മിലുള്ളതൊക്കെ. അപ്പോൾ US കൊടുക്കുന്നതിന് നിയന്ത്രണമില്ല. ഇതുപോലെ സൗദിക്കും ആയുധം കൊടുത്തിട്ടുണ്ട് കാനഡ, അമേരിക്ക വഴി. സൗദിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്നുണ്ടോ? സൗദിയിൽ നിന്ന് ഈ പോകാവുന്ന വിധത്തിൽ സംഗതിയൊക്കെ ഉടമ്പടിയൊക്കെ ശരിയായി വരികയായിരുന്നു. അപ്പോഴാണ് അല്ല, ഹമാസ് സൗദിയും ഇസ്രയേലും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവുന്നു എന്ന് കണ്ടപ്പോഴാണ് ഹമാസ് കയറി അവിടെ അടിച്ചത്. അതാണ് ചെയ്തത് അവര്. അതിന്റെ രാഷ്ട്രീയം അതാണ്. അതെ, അറബ് ലോകവും ഇസ്രയേലും തമ്മിൽ ഐക്യപ്പെടുന്നു. അതെ, അതോടുകൂടി ഒരു കലഹം ഉണ്ടാക്കി മുസ്ലിം ചേരിയെ മുഴുവൻ തടസ്സപ്പെടുത്തുക, ഇസ്രയേലിനെതിരാക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കൂട്ടക്കൊല നടത്തിയത്. പക്ഷെ അത് നടന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ. പക്ഷെ കാനഡയിൽ ഈ പ്രക്ഷോഭം കൊണ്ടൊന്നും കാര്യമില്ല. ഈ കരാറുമായിട്ട് കാനഡ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് പോയി മാത്രമല്ല, ഇത് ഈ മോർട്ടാർ ഷെല്ലുകളാണല്ലോ, പീരങ്കി. അതിപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ബൊഫോഴ്സ് പോലെയുള്ള നമ്മുടെ പീരങ്കികൾ, ഹോവിസ്റ്റർ ഇതൊക്കെ പറയുന്നത്, ഇതിനൊക്കെ പീരങ്കി ഉണ്ടകളാണ് തദ്ദേശീയമായി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഉണ്ട വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ യുദ്ധം ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ പട്ടാളമാണേലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഫയറിങ് നടത്തുന്നുണ്ട്, പരീക്ഷണങ്ങൾ നടത്തണമല്ലോ. അല്ലെ കുറേ പീരങ്കി ഉണ്ട മേടിച്ചിട്ട് യുദ്ധം വരുന്നവരെ പൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത് പോകും. അതിൻ്റെ കഥ കഴിയും. അപ്പോൾ നമ്മൾ ട്രയൽ നടത്തുന്നതും സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു, ചില അതിർത്തികളിൽ ചിലപ്പോഴൊക്കെ പൊട്ടിച്ചു നോക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം എക്സ്പയറി ഡേറ്റ് ആവുന്നു. വെറുതെ കളയണ്ട, പൊട്ടിച്ച് കളയാം എന്നും പറഞ്ഞ് നമ്മൾ സൈനിക അഭ്യാസമൊക്കെ നടക്കുന്നു. ഇതൊക്കെ പതിവുള്ളതാണ്. ഏതായാലും ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം നമ്മളെ സംബന്ധിച്ച് അത്ര നല്ല സൗഹൃദമുള്ള രാജ്യമല്ല. ഇന്ത്യയിലെ വളരെ മോശമാണ്. കാരണം അവർ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കൂടെ. അതെ, വിഘടനവാദികളെ സഹായിക്കുക, അവർക്ക് പണം കൊടുക്കുക, അവർക്ക് രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കുക, പാർലമെന്റിൽ പോലും അവർക്ക് അനുകൂലമായുള്ള നിലപാടുകൾ എടുക്കുക ഒക്കെയാണ് കുറച്ചു കാലമായി ട്രൂഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെജറിന്റെ ചരമവാർഷികത്തിന് അവർ ഒരുമിച്ച് നിന്ന് മൗന പ്രാർത്ഥനയൊക്കെ നടത്തി. കനിഷ്ക വിമാനത്തിൽ ബോംബ് വെച്ച് തകർത്തത് കാനഡ ഓർമ്മിക്കുന്നില്ല. അനുസ്മരണമൊക്കെ നടത്തി. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട കനേഡിയൻ പൗരന്മാരാണ്. ഇതൊക്കെ ആ സ്ഫോടനം നടത്തിയത് ഖലിസ്ഥാൻ തീവ്രവാദികളാണ് എന്നതൊക്കെ മറന്ന് ട്രൂഡോ അദ്ദേഹത്തിൻ്റെ ഭരണം നിലനിർത്താൻ വേണ്ടി 8-10 ഖലിസ്ഥാൻ സിഖ് MPമാരുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാണം കെട്ട നാടകം കളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധം US-ന് ഏതാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കാനഡയുമായിട്ടില്ല. നമ്മളിപ്പോൾ കാനഡയിലേക്ക് പോകുന്ന കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കാനഡയ്ക്കാണ് പോകുന്നത്. ആ കാര്യത്തിലൊക്കെ നമ്മൾ രാജ്യം അത്ര നല്ല അനുകൂലമായ നിലപാടല്ലാത്തതുകൊണ്ട് അങ്ങോട്ടുള്ള ഒഴുക്കൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ കാനഡയ്ക്കും ബുദ്ധിമുട്ടാണ്. കാനഡയിൽ നിന്ന് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഉണ്ടോ? ഇല്ല, കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടാനില്ല. കാനഡയ്ക്ക് ഏകപക്ഷം ഈ പറഞ്ഞ പോലെ നമ്മൾ കുടിയേറിയിരുന്ന ഒരു സ്ഥലമാണ്. അതെ, അത് മാത്രമല്ല വിദ്യാഭ്യാസമൊക്കെ ആയി ബന്ധപ്പെട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റികൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ കൊടുത്തുകൊണ്ടിരുന്ന ഇന്ത്യയാണ്. അതിൻ്റെ ഒരു ഒഴുക്ക് നിന്നിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യവുമായിട്ട് സൗഹൃദമല്ലാത്ത ഒരു രാജ്യത്തേക്ക് പഠിക്കാനൊക്കെ പോയാൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എങ്ങനെ തിരികെ വരാം. ഇപ്പം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ, ഉക്രൈനിലെ കുട്ടികളെ നമ്മളൊരു സമാധാന ഇടനാഴി ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കാനഡയായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാനഡയ്ക്കുള്ള മാത്രമല്ല, കനിഷ്ക വിമാന ദുരന്തത്തിന് കാരണക്കാരായവരെയൊക്കെ അനധികൃതമായ ആയുധം കൈവശം വെച്ചു എന്നുള്ള മാത്രമേ എടുത്തുള്ളൂ. അത് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈജാക്ക് ചെയ്യുന്നതിന് വധശിക്ഷ കൊടുക്കണമെന്നാണ് നിയമമുള്ളത്. അതുപോലും ഒഴിവാക്കിയിട്ടാണ് കനേഡിയൻ പൗരന്മാരേണ്ട 300 പേരോളം കാനഡക്കാരായിരുന്നു. 300+ ആണ്. അത്രയും അല്ലാതെ വേറൊരു വിമാന റാഞ്ചിൽ കൂടി അന്ന് ഹീത്രോയിൽ പ്ലാൻ ചെയ്തിരുന്നു. അത് ടൈമിങ് ശരിയല്ലാത്തതുകൊണ്ടാണ് പാളിപ്പോയത്. അല്ല, അത്രയും കനേഡിയൻ പൗരന്മാരെ കൊലപ്പെടുത്തിയ കേസുകളിലെ പ്രതികളെ പോലും വിട്ടയച്ച ചരിത്രമാണ് കാനഡയ്ക്കുള്ളത്. അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ്, സ്വന്തം പൗരന്മാരെ കൊന്നിട്ടും. പൊളിറ്റിക്കലി ഈ അച്ഛൻ ട്രൂഡോയുടെ കാലം മുതൽ ഈ സിഖ് ഖലിസ്ഥാൻ ഇവരോടുള്ള ഒരു മമത കുപ്രസിദ്ധമാണ്. ഏതായാലും ഈ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ
അമേരിക്കയുടെ ഒരു താളത്തിനൊത്ത് കാനഡ നിൽക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതങ്ങനെ നിൽക്കുള്ളൂ, കാരണം അവർ തമ്മിലുള്ള കരാർ അങ്ങനെയാണ്. അതെ അതെ, ഡിഫൻസ് ഡീലുകളൊക്കെ അങ്ങനെയാണ്. ഏതായാലും കേരളത്തിലെ സുഡുക്കൾക്കും സഖാക്കൾക്കും ഹമാസ് വാദികൾക്കും പ്രതിഷേധിക്കാനും കുറ്റം പറയാനും ചീത്ത പറയാനും ആക്ഷേപിക്കാനും ഒരു രാജ്യം കൂടെ കിട്ടി. തെഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് കൂടെ നടത്താം. കാനഡയുടെ അവിടെ ഉണ്ട ഇസ്രയേലിൽ ഇടരുത്. ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാനഡയിൽ പോയും പ്രക്ഷോഭം നടത്തും. അതെ അതെ, അതും ചെയ്യാം. എല്ലാ ആശംസകളും അവർക്ക്.